വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തുമാറിലണച്ചു കാടും പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നൊരു ചെയ്ത് ജനനിമാചരണാംബുജം കുപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ച് മുനീന്ദ്രനും ചാവതോണീരബാണഖൽഗവാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയും മയപ്പിച്ച് ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്ന് വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുൾ ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമടന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നോരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികൾ ഈ വിദ്യകളെന്നു രാമദേവനും അനയനും ഉപദേശിച്ച് മുനി സുപ്പിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗകളന്നീടിനാൻ വിശ്വാമിത്രൻ. തടകാപനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ട് പറഞ്ഞ വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറിൽ ഈ വഴിയാരുമേ ഇതുകാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ല ഒരു ദോഷം എന്ന് മാമുനി പറഞ്ഞപ്പോ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരുക വേഗത്തോടും അടുത്ത് ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു തടകാമാറിൽ കൊണ്ടിരു രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ ഏഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജലിയായോ രക്ഷിതാനം പ്രാപിച്ച് ദേവലോകം രാമദേവാനുജ്ഞയ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം അച്യുരാഘവൻ ഉപദേശിച്ചു. സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യക്കാനനെ തത്ര വസിച്ച് കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്ത് യാത്രയും തുടങ്ങിനാസ്തയ പുലർക്കാലേ.